മൂന്നാറുകാർ കാണും കേട്ടോ. ഇതാ ഇപ്പോൾ തേക്കടി കണ്ടോ, ഗസ്റ്റുകളെല്ലാം ഇങ്ങോട്ട് വന്ന് തുടങ്ങി കേട്ടോ. അതാ നീയൊക്കെ കാണേണ്ടത്. നീയൊക്കെ ഉള്ളവനെ എല്ലാം തല്ലി എല്ലാം ചെയ്തേച്ചേ. നീ കാണും കേട്ടോ. ഇത് കണ്ടോ, ഞാനിട്ടല്ലേ ഒരു പോസ്റ്റ്. ഇതാ തേക്കടിയുടെ കവാട, അതായത് കുമളിയിൽ നിന്ന് തേക്കടിക്ക് തിരിയുന്ന വഴിയാണ്. ഇതിപ്പോൾ രാത്രി 8-9 മണിയാണ്. ഇത് കണ്ടോ, ഗസ്റ്റുകളുണ്ടോയെന്ന് നോക്ക്. ഗസ്റ്റുകൾ വന്നിരിക്കുന്നതും കടകളുടെ ഇതുമൊക്കെ നോക്ക്. ഇതാ തേക്കടിയുടെ അവസ്ഥ. നീയൊക്കെ അവിടെ തല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. മലയാളികളെ, ഹിന്ദിക്കാർ, അല്ല തമിഴരെ തന്നെ തല്ലിക്കൊണ്ടിരിക്കും. നീ തല്ലിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാഫിക്കൊന്നും കുഴപ്പമില്ല. ഇത് പതിവില്ലാത്തൊരു തിരക്കാണ്. ഇതുണ്ടോ ഗസ്റ്റുകൾ വരുന്നത്. ഞാൻ അധികമൊന്നും വിശദീകരിക്കുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ നല്ല കച്ചവടം. നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് പാർട്ടാ പാർട്ടിയുടെ അവസ്ഥ. പാർട്ടാ പാർട്ടിയില്ലേ, രക്തമില്ലാത്ത പാർട്ടി, അതിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇങ്ങനെ ഇന്ത്യയെ തോൽപ്പിക്കാനും ഒരു നാടിനെ തോൽപ്പിക്കാനും സ്വന്തം നാടിനെ നശിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. നീയൊക്കെ കണ്ടുപഠിക്കുക. നീയൊക്കെ നിൻ്റെ നാട്ടിൽ മഞ്ഞ് തേയിലത്തോട്ടം കാണാൻ വന്നുകൊണ്ടിരുന്നവന്മാരില്ലേ, അവരൊക്കെ ഇപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങി. അതാ ഞങ്ങളുടെ നാട്ടിൽ 6 മാസത്തെ സീസണേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞ് 6 മാസം ബാക്കിയുള്ളതൊക്കെ ഇവിടെ പാവങ്ങൾ ആ മഴയത്തും ആ ഗസ്റ്റില്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ വെച്ചാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ ഗസ്റ്റുകൾ കണ്ടോ, ഇങ്ങോട്ട് വരട്ടെ ഗസ്റ്റുകൾ. ഞങ്ങൾ മാന്യമായിട്ട് കൂടപ്പറപ്പുകളെ പോലെ ഇതെല്ലാം ഡീൽ ചെയ്തോളാം കേട്ടോ. നീയൊക്കെ അവിടെ തല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ നാളായില്ലേ തല്ലുന്നത്. ശരിയെന്നാ കേട്ടോ. ഉണ്ടോ ഗസ്റ്റിനെ ഇറക്കിയിട്ട് വരുന്ന വണ്ടി, ഗസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ഞങ്ങൾക്കിവിടെ. നിങ്ങൾ മൂന്നാറിൻ്റെ മേന്മയൊക്കെ പറഞ്ഞ് നിങ്ങളത് ചെയ്തപ്പോൾ ഓർക്കണമായിരുന്നു കേട്ടോ. കണ്ടോ, ഞങ്ങളുടെ നാട് നല്ല രീതിയിൽ വികസിച്ച്. ഞങ്ങളിവിടെ ആരെയും തല്ലുകയില്ല, ഞങ്ങളിവിടെ ആരെയും കയറി പിടിക്കാൻ പോവുകയില്ല. ഞങ്ങൾ ഒരു ഗസ്റ്റിനെ ഒരു 25 കൊല്ലമായിട്ട് ആരെയും തല്ലിയ ഓർമ്മകളൊന്നും ഞങ്ങൾക്കില്ല. നീയൊക്കെ തല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ. കാരണം നീയൊക്കെ ഞങ്ങളെ ഒരുമാതിരി പൊഞ്ഞാണന്മാരായിട്ട് കരുതല്ലേ. നിൻ്റെയൊക്കെ അവിടെ ഗസ്റ്റ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ കൊള്ളാം കേട്ടോ. നിങ്ങളുടെയൊക്കെ ക്യാമ്പസ് കളക്ഷൻ എന്ന് പറഞ്ഞൊക്കെ ടെക്സ്റ്റൈൽസാണ്. അതിനകത്തൊക്കെ നിറച്ചും ആളുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണാൻ ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ ഗസ്റ്റുകൾ, ഇതൊക്കെ ഒരു ചിപ്സ് കടയാണ്. ഇതുണ്ടോ ഗസ്റ്റുകളൊക്കെ നിൽക്കുന്നത്. അതൊക്കെ നീ പഠിക്കുക കേട്ടോ. തല്ല് അടിക്കുക, പിന്നെ എന്നിട്ട് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, എന്നിട്ട് മയക്കുമരുന്ന് ബിസിനസ് ചെയ്യുക. നീയൊക്കെ അവിടെ മൂന്നാറിൽ കൂട്ടിക്കൊടുക്കുക. നീയൊക്കെ എന്നെ വേണമെങ്കിലും ചെയ്തു കേട്ടോ. നിങ്ങളൊക്കെ തമിഴ്നാട്ടിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. അതുകൊണ്ടോ പാർക്കിംഗ് ഏരിയയിൽ കാറൊക്കെ കിടക്കുന്നത്, ഇത്രയും പാർക്കിംഗ് ഉണ്ട്. ഇതാണിപ്പം കുമളിയുടെ യഥാർത്ഥ അവസ്ഥ കേട്ടോ. നീയൊക്കെ അവിടെ മൂന്നാറുകാർ, ഞങ്ങളുടെ നാട്ടുകാർ, മലയാളികളൊക്കെ തല്ല് കേട്ടോ. പെണ്ണുങ്ങളെ തുണി പറിച്ച് ഇടാൻ നോക്ക്. നീയൊക്കെ പാർക്കിങ്ങിൻ്റെ പേരും പറഞ്ഞ് ഇപ്പോൾ കുറേ നാളായല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നോക്ക്, ഞങ്ങളുടെ നാട്ടിലെ ഗസ്റ്റ് വരുന്നുണ്ട് ഇഷ്ടമായി. നീയൊക്കെ അവിടെ അനുഭവിക്കട്ടോ. എനിക്കൊന്ന് 12 കൂടുള്ളതിന് ഏതോ ഒരു പൂക്കൾ വിരിയുന്നത്, അതിന് പോലും ആൾ വരുന്നില്ല. അവിടുത്തെ മഞ്ഞ തണുപ്പൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുട്ടിക്കാനത്തൊക്കെ കിട്ടും കേട്ടോ. നീയൊക്കെ അനുഭവിക്കുക കേട്ടോ.